നമസ്കാരം. ഇല്ലൻ മൈൻഡിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBA ആദ്യത്തെ മൊഡ്യൂളിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്പ് ഓഫ് റോഡ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടുകളെ കുറിച്ചിട്ടാണ്. എന്താണ് റോഡ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടുകൾ? കരമാർഗം ഒരു പ്രൊഡക്റ്റ് അതിന്റെ ഉൽപാദന സ്ഥലത്ത് നിന്നും കരമാർഗത്തിലൂടെ നമ്മൾ അതിന്റെ കൺസംഷൻ പ്ലേസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കടക്കാം. അതിൽ ആദ്യത്തെ വാഹനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വാൻസ് ആണ്. വാനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ പിക്ചേഴ്സ് കാണാൻ കഴിയും. ഒരു വാനിന്റെ ഒരു ഡെലിവറി വാനാണത്. സ്മോളർ വെഹിക്കിൾ ഫോർ ലൈറ്റ് കാർഗോ, അതേപോലെ തന്നെ ലാസ്റ്റ് മൈൽ ഡെലിവറി, അർബൻ ഡിസ്ട്രിബ്യൂഷന്. അതായത് നമ്മൾ ചെറിയ വെയിറ്റ് ഉള്ള കാർഗോസുകൾ ഡെലിവർ ചെയ്യാനാണ് പ്രധാനമായിട്ടും വാനുകൾ ഉപയോഗിക്കുന്നത്. ഹെവി വെയിറ്റ് ഉള്ള ഐറ്റംസ് അല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാർഗോകൾ ഡെലിവർ ചെയ്യാനും, അതല്ലെങ്കിൽ നമ്മൾ അർബൻ ഏരിയയിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഡെലിവറിക്കോ ലോജിസ്റ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാൻസ്. മറ്റൊന്നാണ് സെമി ട്രെയിലർ ട്രക്സ് ഓർ ആർട്ടിക്കുലേറ്റഡ് ട്രക്സ് എന്ന് പറയും, ലോറീസ്. നമ്മൾക്കറിയാം, വലിയ വലിയ കണ്ടെയ്നറുകൾ, നമ്മൾ ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടെയ്നറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് ഇത്തരത്തിൽ സെമി ട്രെയിലർ ട്രക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊന്നാണ് അതിൽ വരുന്നത് ടിപ്പർ ഓർ ഡം ട്രക്ക്. ഇവിടെ ലൂസ് മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ടിപ്പറുകൾ ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഡം ട്രക്കുകൾ ഉപയോഗിക്കുന്നത്. സാൻഡ്, ഗ്രേവൽസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകാനും അതിന്റെ യൂസിന് വേണ്ടിയിട്ടുമാണ്, അതല്ലെങ്കിൽ അതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രക്കുകൾ ഉപയോഗിക്കുന്നത്. ഹസാഡസ് ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഒരിക്കലും ട്രക്കിൽ കൊണ്ടുപോകാറില്ല. ഇനി മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടാങ്കർ ട്രക്കാണ്. ലിക്വിഡ് ഐറ്റംസ്, ഗ്യാസുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റോഡ് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്നതാണ് ടാങ്കർ ട്രക്കുകൾ. അതുപോലെ ഫുഡ് ഗ്രേഡ്സ്, ലിക്വിഡ്സ്, ഫ്യൂവല്, കെമിക്കൽസ് ഒക്കെ നമ്മൾ ടാങ്കറുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ കഴിയും. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് ട്രക്ക്. ഈ ട്രക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ ഹെവി ഐറ്റം മെറ്റീരിയൽ ലോജിസ്റ്റിക്സ് ഓപ്പറേഷനിലൂടെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് ബെഡ് ട്രക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ സർഫേസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മുകൾ ഭാഗം പരന്ന് കിടക്കുകയാണ്. കാരണം ഇതില് ഒരു അൺഷേപ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓവർ സൈസ്ഡ് ഇറഗുലർ ഷേപ്ഡ് കാർഗോ, അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ഷേപ്പ് ഇല്ലാത്ത കാർഗോസ് ഒക്കെ നമ്മൾ ഫ്ലാറ്റ് ബെഡിലാണ് കൊണ്ടുപോകുക. ഫ്ലാറ്റ് ബെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ലോഡ് കയറ്റുന്ന സ്ഥലം ഫ്ലാറ്റ് ആയിരിക്കും. അതിനാണ് ഫ്ലാറ്റ് ബെഡ് ട്രക്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് റീഫേഴ്സ്. റീഫേഴ്സ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പെരിഷബിൾ ഐറ്റംസ് ലോജിസ്റ്റിക് ഓപ്പറേഷനിലൂടെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മെഡിസിൻസ്. ഈ റീഫേഴ്സിന്റെ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തിക്കുന്നത് എന്നുണ്ടെങ്കിലാണ് റീഫേഴ്സുകൾ ഉപയോഗിക്കുന്നത്. റീഫേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ്, കസ്റ്റം വെഹിക്കിൾസ്, യൂണീക് കാർഗോസ്. അതായത് നമ്മൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ നാട്ടിൽ ചിക്കൻ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനം. അത്തരത്തിലുള്ള വാഹനങ്ങളാണ് സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റോഡ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ടൈപ്പിൽ പ്രധാനമായിട്ടും വരുന്നത് ഇത്രയും വെഹിക്കിൾസ് ആണ്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്പോർട്ട് റിസോഴ്സ് റിക്വയർമെന്റിനെ കുറിച്ചാണ്. ആദ്യം അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Transport resource requirement refers to the essential assets and input needed to execute transport operations effectively. അതായത് നമുക്കൊരു ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ ചില അസറ്റ്സുകളും റിസോഴ്സുകളും ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ അതിനായിട്ട് പറയുന്നത് വെഹിക്കിൾസ് വേണം, നമുക്ക് വാനുകൾ വേണം, ഡ്രൈവേഴ്സ് വേണം, ലോഡേഴ്സ് വേണം, ഫ്യൂവൽ വേണം, സ്പെയർ പാർട്സ് വേണം, അതേപോലെ തന്നെ ആ വെഹിക്കിളിന്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വേണം. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് റിസോഴ്സ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് റിസോഴ്സ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് നടത്താനുള്ള ഇത്തരത്തിലുള്ള ഐറ്റംസിനെയാണ് ട്രാൻസ്പോർട്ട് റിസോഴ്സ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അഥവാ അതിനുവേണ്ട വാഹനങ്ങൾ, അതിന്റെ ഫ്യൂവല്, റിപ്പയർ, മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളെയാണ് ഒരു ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള അസറ്റ്സിനെയും ഇൻപുട്ടിനെയും നമുക്ക് ട്രാൻസ്പോർട്ട് റിസോഴ്സ് റിക്വയർമെന്റ് ആയിട്ട് കണക്കാക്കാം. ഇനി നമ്മൾ പറയുന്നത് ഈ ട്രാൻസ്പോർട്ട് റിസോഴ്സ് റിക്വയർമെന്റിന്റെ എങ്ങനെയാണ് നമ്മളിത് എത്ര വേണം, അതല്ലെങ്കിൽ എത്ര വാൻസ് വേണം, എത്ര ഫ്യൂവല് വേണം എന്നുള്ളത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെന്റ് പ്രോസസ് ആണ്. അഥവാ ട്രാൻസ്പോർട്ട് റിസോഴ്സ് റിക്വയർമെന്റ് എത്രയൊക്കെ വേണം എന്നുള്ളത് അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പൊ അതിൽ ഈ ട്രാൻസ്പോർട്ട് റിസോഴ്സ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്ര ട്രക്കുകൾ വേണം, നമ്മുടെ വാഹനത്തിൽ എത്ര പെട്രോൾ അടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒന്നുകിൽ ഡിമാൻഡ് അനാലിസിസ് ആണ്. ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ വോളിയം ഓഫ് ഗുഡ്സ് ടു ബി ട്രാൻസ്പോർട്ടഡ്, ഫ്രീക്വൻസി ഓഫ് ഡെലിവറി ആൻഡ് പീക്ക് ഡിമാൻഡ് പീരീഡ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് മാർക്കറ്റ് ട്രെൻഡ്. മാർക്കറ്റ് ട്രെൻഡിന്റെയോ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെയോ അടിസ്ഥാനത്തിൽ, അതായത് നമ്മുടെ പഴയകാല എക്സ്പീരിയൻസിന്റെയോ നിലവിലുള്ള മാർക്കറ്റ് ട്രെൻഡിന്റെയോ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രോഡക്ട്സിന് എത്ര ഡിമാൻഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഡെലിവറി എത്ര പെട്ടെന്ന് നമുക്ക് ഡെലിവർ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്ക് മുൻകൂട്ടി കണക്കാക്കാൻ കഴിയും. അപ്പൊ ആ ഒരു സമയത്തേക്ക് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ, ആ ഒരു പീരീഡിനെ ഓവർകം ചെയ്യാനുള്ള ട്രാൻസ്പോർട്ട് റിസോഴ്സുകൾ നമുക്ക് എത്ര വേണമെന്ന് കണക്കാക്കാം. അതാണ് ഡിമാൻഡ് അനാലിസിസ്. മറ്റൊന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടാണ്. അതായത് നമുക്ക് എത്ര വെയർ ഹൗസസ് അവൈലബിൾ ആവും, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് എക്യുപ്മെന്റ്സ് നമുക്ക് എത്ര ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ് ഒന്നുകൂടി ഇഫക്റ്റീവ് ആക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് നമ്മളേത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഇൻഫ്രാസ്ട്രക്ചർ, സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. ട്രാൻസ്പോർട്ടേഷന്, അതായത് ലോജിസ്റ്റിക് ഓപ്പറേഷൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിന്റെ അവൈലബിലിറ്റി എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇനി എത്ര റിസോഴ്സ് വേണം, ട്രാൻസ്പോർട്ട് റിസോഴ്സ് എത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. മറ്റൊന്ന് പറഞ്ഞത് റിസോഴ്സ് ഇൻവെന്ററി ആണ്. റിസോഴ്സ് ഇൻവെന്ററിയുടെ മീനിങ് നോക്കിയാൽ മനസ്സിലാവും. കണ്ടക്ട് ആൻ ഓഡിറ്റ് ഓഫ് അവൈലബിൾ വെഹിക്കിൾസ് ആൻഡ് ദെയർ കപ്പാസിറ്റി ആൻഡ് കണ്ടീഷൻ എൻഷുർ ദ മീറ്റ് ദ ഓപ്പറേഷണൽ നീഡ്സ്. അതായത് നമ്മുടെ ലോജിസ്റ്റിക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് എത്ര വാഹനങ്ങളുണ്ട്, അതുപോലെ അതിന്റെ ടെന്നേജ്, ക്യൂബിക് കപ്പാസിറ്റി, ക്യൂബിക് ഫീറ്റുകൾ, അതിന്റെ അതേപോലെ വാഹനങ്ങളുടെ കണ്ടീഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇനി നമ്മളുടെ ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ് എഫിഷ്യന്റും ഇഫക്റ്റീവും ആയിട്ട് മൂവ് ചെയ്യാൻ എത്ര ട്രാൻസ്പോർട്ട് റിസോഴ്സുകൾ ആവശ്യമുണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.